ഇന്ന് നമുക്കൊരു അടിപൊളി മുട്ടക്കുറുമ ഉണ്ടാക്കിയാലോ. ഇത്ര എളുപ്പത്തിലൊരു എഗ്ഗ് കുറുമ ഉണ്ടാക്കാൻ പറ്റില്ല. അത്ര എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മുട്ട എടുക്കുക. അതിൻ്റെ മേളിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ കൂട്ടി വെച്ച് ഒരൊറ്റ വിസിൽ അടിച്ച് കഴിയുമ്പം മുട്ട വെന്ത് കിട്ടും. അത് നമുക്ക് ആദ്യം ചെയ്ത് വെക്കാം. അതിനുശേഷം അത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് മുട്ടയെല്ലാം ഇട്ടിട്ട് നമുക്ക് വേഗം ഉരിച്ചെടുക്കാം. ഈ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ വേഗം ആ മുട്ടയുടെ പുറം തോട് വേഗം ഉരിഞ്ഞ് കിട്ടും. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട ചേരുവകളെല്ലാം ആദ്യമേ നമ്മൾ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ കുറുമ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ താരത്തിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക. പിന്നെ ഒരു 3 സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1.5-2 മതി. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കളർ മാറുമൊന്നും വേണ്ട, അതിൻ്റെ ഒരു പച്ച എന്താ പറയുക, ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഞാനൊരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ആ അരപ്പ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു 4 വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് നല്ലപോലെ വഴറ്റണം. ഈ സവോളയുടെ കൂടെ തന്നെ നമ്മളൊരു 2-3 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ഏകദേശം ഒത്തിരി കളർ ചേഞ്ച് ചെയ്യേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കണം. മല്ലിപ്പൊടിക്ക് കുത്തലുണ്ടാവും, അതുകൊണ്ട് നല്ലപോലെ ആ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറ്റിയെടുക്കണം. അതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. ആ തേങ്ങയുടെ പച്ചമണം മാറ്റിയെടുക്കണം. നല്ലപോലെ അതിനെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ സമയത്താണ് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് നമുക്ക് മുട്ട വരഞ്ഞ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തെന്നില്ല, കുറച്ചൊന്ന് വരയുമ്പോഴത്തേക്കും അതിലെ മസാലയെല്ലാം മുട്ടയ്ക്കുള്ളിലോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ അതിനെ ഒന്ന് ഞാൻ വരഞ്ഞു കൊടുത്തത്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഗരം മസാല ഒന്ന് തൂക്കി കൊടുക്കാം. ഒരു പിഞ്ച് അത്ര മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, നല്ലപോലെ ഇളക്കുക. അപ്പം ചെറിയ രീതിയിൽ അത് തിളച്ച് വരണം. പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ഉരുളി വെച്ചപ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകൊക്കെ ഇട്ട് താളിച്ചിരുന്നു. അതുകൊണ്ട് ലാസ്റ്റിൽ ഞാൻ താളിക്കുന്നില്ല. പിന്നെ ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ അല്ല, ഒരു ഇച്ചിരി പിഞ്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവും. നല്ലൊരു മുട്ടക്കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്